ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. ലാസ്റ്റ് വേണ്ടിയിട്ട് ചേതസ്വതി ഉണ്ടാക്കിയിട്ട് പഴംപൊരി. അവർക്ക് ഞാൻ ദാസനോട് മാത്രം ഞാൻ ഉണ്ടാക്കി ദാസേട്ടന്റെ പഴം പൊരി പൊരി. ദാസേട്ടന്റെ പഴം. എടാ ദാസേട്ടനല്ല, അത് വിട്, നിർത്തി, തീർന്ന്. ദാസൻ, വെറും ദാസൻ, വെറും ദാസൻ. വേറെ നമ്മുടെ ഡാനി സത്യം ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുക്കുംബർ ദാസൻ. കുക്കുംബർ ദാസൻ അതവന് ചേരും, വെള്ളരിക്കപ്പുണ്ട. അല്ലാണ്ട് ഇവൻ എന്നാ പറയാനാ? നാറി പരനാറികളാ, പോടാ ഊളെ. നീ പോയി മറ്റേ ഉണ്ടാക്ക്. നിന്നെ 10 പറയാതെ പോയാൽ നമുക്ക് ചൊറിയും. ഇവന്റെ വിചാരം ഇവ എന്തോ വലിയ സംഭവമാണ് കേട്ടാ. മറ്റേ കിങ്കിട് 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 എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് റീലും ചെയ്ത് നടന്ന ടിക്ടോക്ക് ഓളിയാണ്, വെറും കണ്ണാപ്പിയായിരുന്നു. ആ അവനാണ് ഇപ്പൊ വന്നിട്ട് ഞാൻ ഷേട്ടൻ കോഴിക്കോട്, നിന്റെ അച്ഛന്റെ പേര് കോഴിക്കോടെന്നാക്കിയാ നീ എന്റെ ഇടയ്ക്ക്. എന്തുവാടാ? ഇടാ പോടാ. എന്താടാ ചൊറിയുന്ന? എന്റെ വീഡിയോ കാണുമ്പോ നിനക്ക് ചൊറിയുന്നാടാ കുട്ടോ? എന്താടാ ചൊറിയുന്നോട്ടോ? അഠാ പോട്ടാ. അവൻ കോഴിക്കോട് പോലും ദാസൻ കണ്ണപ്പൻ. അവനെ കൊണ്ട് അവന്റെ അമ്മച്ചിയുടെ മാവുങ്കലോ ദാസപ്പൻ. ദാസപ്പന് പഴംപൊരി കൊടുക്കുകയാണ് രേണുസുതി. അപ്പൊ നമ്മുടെ മറ്റപ്പുറത്തിരിക്കില്ലേ മൊണ്ണ പ്രജീഷ്, അവൻ വായിക്കാത്ത ഇട്ടോണ്ടിരിക്കണേ ഏത് പഴംപൊരി. നമുക്ക് കാണാം അവന്റെ പഴംപൊരി ഇടല്. ഓ ദാസേച്ചന് വേണ്ടിട്ട്, ഈ ദാസപ്പന് വേണ്ടിട്ട് രേണുശ്രീ ഉണ്ടാക്കിയ പഴം പൊരി 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 പഴം പൊരി. അയ്യോട്ടോ അച്ചുട്ടോ. അവന് പഴമില്ല, അവന് അതുകൊണ്ട് പൊരിയില്ല. പഴവും ഇല്ല, പൊരിയില്ലാത്തവനാണ് പ്രജീഷ. എന്ത് മൊണ്ണയെണ്ണ എന്തോ അവൻ തന്നെ. അവൻ വായിക്കാത്ത വെച്ചിട്ടിരിക്കണോ, കണ്ണാക്കിൽ അടിച്ച് കെട്ടിക്കോണം. അവൻ്റെ അണ്ണാക്കി തിരികെ കയറണം. പഴം കണ്ടിട്ടില്ലാത്ത നാറി പഴം പൊരി. രതീഷ് എഴുന്നേക്കൂ. ഞാൻ ദാസേട്ടിന് മാത്രമേ പഴം കൊടുക്കുള്ളൂ. എന്തുവാടാ ഡേ, എന്തുവാ ഇത്? LG TV പഴം പൊരി അതവിടെ നിൽക്കട്ടെ. അപ്പൊ പഴം പൊരി ദാസേട്ടനല്ല ദാസപ്പന്റെ പഴംപൊരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ എല്ലാവർക്കും പഴംപൊരി കൊടുക്കുന്നുണ്ട്, എല്ലാവരും കഴിച്ചോളൂ. ഇനി നമ്മുടെ വേറൊരു വിഷയമുണ്ട്. വേറെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന്റെ കുറെ ഉണ്ണാക്കില പരിപാടി, ഡാൻസ് ആൽബം ഒക്കെ കണ്ടല്ലോ. മറ്റവന്മാരെല്ലാം കൂടി എടുത്തിട്ട് വളഞ്ഞിട്ട് കറക്കി അഴിഞ്ഞാട്ടം. ആ സാധനം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അത് കണ്ട് രേണുവിനെതിരെ ജനങ്ങൾ മൊത്തം അങ്ങോട്ട് തിരിഞ്ഞ്, ഇവളെ എന്നാ അപരാധവ കാണിക്കുന്ന, കാട്ടപരാധമല്ലേ, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് നാട്ടുകാരെടുത്തിട്ട് പൊങ്കലത്ത് വലിച്ചു കയറി. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടിട്ട് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാവരും കൊണ്ട് വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിച്ചപ്പോ നേരെ ഇവളെ കൂടെ നിന്നില്ലേ, ഇവളെ മറ്റേ നക്കിക്കൊണ്ട് നിന്ന കുറെ ടീംസുകൾ, സജിനെയും വേറെ കുറെ എണ്ണമൊക്കെ, ഇതെല്ലാം പ്ലാറ്റ് അങ്ങോട്ട് മലർത്തി. കാരണം ജനങ്ങൾ മൊത്തം അങ്ങോട്ട് നെഗറ്റീവ് ആയപ്പോൾ ഇവളുമാര് നൈസായിട്ട് പ്ലാറ്റ് മലർത്തിയിട്ട് രേണുവിനെതിരെ കോര. നാണമില്ലേടി നിനക്കൊക്കെ നാണമില്ലേടി? ഉളുപ്പില്ലാത്ത വർഗങ്ങളെ നാണവും മാനവും ഇല്ലേ? ഇപ്പൊ എന്ത് മലർന്നിരിക്കുന്നു? ഇതല്ലേ ഞാൻ അന്നേക്കെ നിന്റെ അടുത്തൊക്കെ പറഞ്ഞത്? ഇതല്ലേ, ഇതിന്റെ അപ്പുറമല്ല, ഇതിന്റെ അപ്പുറത്ത് അവള് കാണിക്കുമെന്ന് നിന്റെ അടുത്തൊക്കെ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതല്ലേ? അപ്പോഴും നിനക്കൊന്നും പറ്റൂല. രണുഷിനി ഈ സെറ്റപ്പായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവള് മരണം മെഴുകൽ നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞാല കാറ് തുപ്പാൻ തോന്നുന്നു. അമ്മാതിരി മെഴുകലായിരുന്നു നിന്റെയൊക്കെ. കണ്ടപ്പോ തന്നെ എനിക്ക് ചിരിയായി. ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയ്യാ, നിന്റെ കുഞ്ഞിന് വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം കൂടി തന്നിട്ട് വേണം നീ അങ്ങോട്ട് ഇരിക്കാൻ. എല്ലാ കൂട്ടുകാർക്കും. നിനക്ക് ആരടി കൂട്ടിരിക്കുന്നു? രേണുഷിനി മാത്രമല്ലേ കൂട്ടുന്നുണ്ട്. അയ്യട്ടാ വന്നിരിക്കുന്നു വെള്ളരിക്കോട്ട. നിന്റെ എല്ലാ വീഡിയോ രേണുവിനെ കുറിച്ചെന്ന് പറ. നീ വേറെ എന്തെങ്കിലും കോണ്ടന്റ് ചെയ്തിട്ടുണ്ടോ? നിനക്ക് വേറെ എന്തെങ്കിലും കോണ്ടന്റ് ചെയ്യാനുള്ള കലാപരമായിട്ടുള്ള കഴിവുണ്ടാടി? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും. പിന്നല്ലാണ്ട് സകലമാന വീഡിയോ രണുസ്ഥിതി തൂറി രണുസ്ഥിതി അപ്പിട്ട് ഇപ്പിട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് ചെയ്തിരുന്നത്. അതിലെ കുറച്ച് ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നല്ലേ? പറ്റുന്നില്ല മക്കളെ, പറ്റുന്നില്ല. ഈ അതുലേട്ടനെ കൊണ്ട് പറ്റുന്നില്ല. അതുലേട്ടൻ ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ വലിച്ച് എടുത്ത് പിച്ചറിയാൻ തോന്നും. സത്യം. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഞാൻ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും രേണുവിനെ ഞാൻ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ നിന്റെ ചാപ്പോട്ട് കിട്ടിയിട്ട് വേണം എന്റെ ഗീരവത്വം ഉണ്ടാക്കാനായിട്ട്. നിന്നെയൊക്കെ പോലുള്ള കുറെ കാട്ടപരാധങ്ങൾ വിളിച്ച് പറഞ്ഞാണ് ഇതുപോലെ അവള് അങ്ങ് കയറിപ്പോയത്. ഇപ്പം കയറിപ്പോയിട്ട് അപരാധം കാണിച്ചുകൊണ്ട് നടക്കുന്നു. അപരാധം ആ സാധനം
നീയൊക്കെ തന്നെയാണ് വളം വെച്ചു കൊടുത്തത്. എന്നിട്ട് വന്നിരുന്നു അയ്യോ ഞാൻ രണ്ടും പലപ്പോഴും ഷെപ്പേർട്ട് ചെയ്ത് ഷെപ്പേർട്ടറാണെന്ന്. കോപ്പാണ് നീ കേട്ടേ. പക്ഷെ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റീൽസും അല്ലെങ്കിൽ ഓരോ വീഡിയോസും എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ പോയി വിനിഞ്ഞിരി. നിന്റെ അടുത്ത് ആര് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? നീയൊക്കെയല്ലേ മൂട് വാങ്ങിക്കൊണ്ട് നടന്ന രേണു രേണു രേണു. നീയൊക്കെ എത്തിക്സ് ഇല്ലാത്ത പലതാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അവക്ക് നെഗറ്റീവായെന്ന് പറഞ്ഞും കൊണ്ട് നൈസായിട്ട് ജനങ്ങൾ നിന്നെയൊക്കെ തള്ളക്കി വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാറ്റ് മാറ്റി ഈ നാടക കളിയില്ലേ നിന്റെയൊക്കെ അവളെ കൂടെ ഒത്തുചേർന്നിട്ടുള്ള നാടക കളി വിശ്വസിക്കരുത്. പഠിച്ച കളികളാ, ഒറ്റെണ്ണത്തിന് വിശ്വസിക്കരുത്. ഇവളുമാര് ആണ് അവളെ മൂട് താങ്ങി നടന്ന് അവൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ അപരാധങ്ങൾക്കും ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ദ്രോഹിച്ചതിന് കൈ കണക്കില്ല. നീയൊക്കെ അനുഭവിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞാലേ, ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കുമെന്ന്. ഇതുപോലെ മാറ്റി പറയേണ്ട ഗതികേട് നിനക്കൊക്കെ ഉണ്ടായില്ലേ? എന്തുകൊണ്ടാ കർമ്മ. ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശാപം. നീയൊക്കെ ഇതല്ല, ഇനി നീയൊക്കെ കിടന്ന് പരളം. ഈ മുക്കാലി കെട്ടിയ മോളുകളെ ദയവ് ചെയ്തിട്ട് ഒറ്റ മനുഷ്യൻ സപ്പോർട്ട് ചെയ്തില്ല ജീവിതത്തിൽ. നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ഒഴുക്കിനനുസരിച്ച് കിടന്ന് വരവെന്ന കുറെ വൃത്തികെട്ട ടീംസാണ്. ഇതിനൊന്നും ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യില്ല. സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് അടി. ഇനി അതിനൊന്നും ഫോളോ പോലും ചെയ്യില്ല ഒറ്റ മനുഷ്യൻ. ഇതിനേക്കാൾ അമ്മാതിരി കാട്ടാപ്പുകളാണ് കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് വന്നിട്ട് ന്യായികയ്ക്ക് മെഴുകണം. പിന്നെ നീ ഡാനി സത്യൻ്റെ കമന്റ് ഇട്ട് ഡാനി സത്യ കമന്റ് മുക്കിയത്. പിന്നെ അവന് നിന്റെ വാഞ്ഞ കമന്റ് നോക്കിക്കൊണ്ടിരിക്കലല്ലേ പരിപാടി. നിന്റെ വാഞ്ഞ കമന്റ് മുക്കലല്ലേ അവന്റെ പരിപാടി. നാണോടാ എനിക്ക് തള്ളി മറിക്കാൻ. ഇജ് പോടി അവിടെ കമന്റ് മുക്കി പോലെ. നിന്റെ വാഞ്ഞ കമന്റ് മുക്കാനല്ലേ അവന്റെ പരിപാടി. പിന്നെ കോപ്പാണ്. കോപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനെ അയ്യോ ഇപ്പഴാ നിനക്ക് മനസ്സിലായത് ഇത്രയും കോപ്രായം കിടന്ന് ശശിമിന്റെ കരങ്ങണെന്ന്. അയ്യോ എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ട്. അതിന് അയ്യോ എന്റെ 2 വാക്ക്, നിന്റെ 2 വാക്ക് എന്തുവാ? 2 വാക്ക് പിന്നെ നമുക്ക് രേണുവിന്റെ 1-2 വീഡിയോസ് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നിന്റെ സഖിയുടെ 2 വീഡിയോ നീ തന്നെ കാണിക്കുന്നുണ്ടല്ലേ? കാണിക്ക നോക്കട്ടെ. പഴമരച്ചലിവില പടിപ്പുര വീട്ടില 18ാം പൊട്ടത്തെങ്ങ് വച്ചു. കൊള്ളാം. അടാട് ആടുന്നേ കാവിലെ മുല്ലമേട്. സപ്പോർട്ട് ചെയ്യടി. നീയൊക്കെ ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യടി. എന്ത് നിന്റെ അണ്ണാക്കി പിരിവിട്ട് നിനക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നിന്റെ രേണുവിന്റെ ഡാൻസ് കണ്ടിട്ട് എന്താ നിനക്ക് പഴിഞ്ഞാട്ടിട്ട് തോന്നിയോ? നിനക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തുവാ തക്കിട് നിനക്ക് പറ്റാത്ത? സപ്പോർട്ട് ചെയ്തോണ്ട് നടന്നതല്ലേ? ഇമാതിരി കാട്ടപരാധങ്ങൾക്ക് എല്ലാം സപ്പോർട്ടായിരുന്നല്ലോ നീയൊക്കെ. എന്നിട്ട് നീയൊക്കെ ചേർന്ന് നിന്നെ കുറെ കൊണച്ച ഷോർട്ട് ഫിലിമുകൾ തുപ്പി എറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്ത് പറ്റി? അയ്യോ ഇതൊക്കെ നിങ്ങളുടെ പുരോഗമന ചിന്താഗതിയിലുള്ള ആൽബങ്ങളല്ലേ? ഇതിനേക്കാളും നല്ലത് എസ്മയാണ്. അവിടെ തുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇരുന്ന് കാണാം. അയ്യോ എടുത്തു വെച്ച് കാണടി, സപ്പോർട്ട് ചെയ്യ്. ഇതൊക്കെ രേണുവിന്റെ ആക്ടിങ് സ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യടി. എന്ത് നിനക്ക് പറ്റണില്ലേ? സപ്പോർട്ട് ചെയ്യടി. ഇത് ഇവിടെ തന്നെ കുറെ റീലുകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്നാ കോപ്പന്? മതി. നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന നിർത്ത്. നീ ഇപ്പൊ പതിവൃതയായ. നീ ഈ ഗാങ്ങിന്റെ കൂടെ കിടന്ന് തൊലഞ്ഞ് തുള്ളിയതല്ലേ? ഇപ്പൊ നീ പതിവൃതയായ. നീ നല്ലവളാ കിടയാത് അന്ത മാതിരിയെല്ലാം പേസക്കൂടാത്. നീ ഇപ്പൊ വലിയ നല്ലവളങ്ങ് ചമഞ്ഞിരിക്കുവാണ്. നല്ല പിള്ള ചമയാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്തിട്ടും ഇവളുമാരൊന്നും ഒറ്റ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യല്ലേ. ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയുന്നത്. പെണ്ണുങ്ങൾക്ക് അപമാനമായിട്ടുള്ള കുറെ ടീംസാണ് ഇവള്, മറ്റവള്. ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് അപമാനമായിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്ന സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള കുറെ ടീംസാണ് ഇവളുമാര്. പുരുഷന്മാർക്ക് അപമാനമായിട്ടുള്ള കുറെ ടീംസാണ് ദാസപ്പനും പ്രജീഷൂട്ടനും എല്ലാം. അതുകൊണ്ട് ഈ കോപ്പുകളൊന്നും ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യരുത്. അമ്മാത് കാട്ടപരാധങ്ങളാണ് ഈ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്താണ് ഈ ആൽബം എന്ന് പറയുന്നത്? ഈ പറയുന്ന സിനിമേനെ പോലെയൊന്നും അല്ല. ഇതിനൊക്കെ ശരിക്കും നല്ലൊരു വാല്യൂ ഉണ്ട്. നല്ല സ്റ്റോറി, ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കോളേജിൽ പഠിച്ച സമയത്ത് നമ്മുടെ കോളേജ് ക്ലാസ്സിലുള്ള നീ കോളേജിന് വരാന്തൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? വലിയ ഒരു പുതിയ അറിവാണല്ലേ എനിക്ക്.
ഈ കോളേജിൽ സ്കൂളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പാക്കൂത്തുകൾക്കൊക്കെ നീയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നത്. ഇപ്പൊ വന്നിട്ട് മനസ്സിലായി ജനങ്ങൾ വലിച്ചീറി എടുത്തിട്ട് പൊങ്കാലിടുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഉൾട്ടടിച്ച് മറിയുകയാണ്. കോളേജിൽ പഠിക്കാൻ പറഞ്ഞാൻ പോയി പോലും. എന്നിട്ട് അതിന്റെ വിവരമില്ല ബോധമില്ല പൊക്കണമില്ല അതിനൊക്കെ ഇറങ്ങിയിരിക്കണേ. ഇപ്പൊ അവളുടെ ന്യായീകരണം കുറെ എണ്ണം എടുത്തു വെച്ച് ഇവിടേക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിന്? എന്ത് തേങ്ങയ്ക്ക്? പറ്റത്തില്ല. കാരണം ഇവളുമാരെ ലോക ഉടായ്പകളാണ്. കള്ളങ്ങള് വിളിച്ചു പറഞ്ഞ് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അടക്കം ചെളിവാരി അടിച്ച് ആ വ്യക്തിയെ മാനസികമായിട്ട് തളർത്തിയ ഇവളുമാര് ഇന്ന് വന്ന് കിടന്ന് മെഴുകുകയാണ് രേണുവിനെതിരെ പറഞ്ഞിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇവളെ ഒന്നും മൊട്ടല് വെട്ടി അടിക്കാൻ ഇവിടെ ആരുമില്ലേ മല്ലയ്യ. ഏതെങ്കിലും ചെറുക്കൻ ഒരു ഇഷ്ടപ്രണയം ഒരു പ്രണയവും കൂടെ നമ്മൾ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആ ഒരു ട്രാവൽസ് ആ വണ്ടികളെ ഈ ആളും പാട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ലവ് സക്സസ് ആണ്. കാരണം ഭയങ്കര ഫീലിങ്സ് ആണ് അതിനൊക്കെ. പക്ഷെ ഇന്ന് അത് നേരെ തിരിച്ച് ഈ ഏപ്പടം കാണുന്ന ഫീലിലോട്ട് പോയിട്ടുണ്ട്. ആണോ? നിനക്ക് ഇപ്പോഴാണ് തോന്നിയത് ഏപ്പടം ഫീലില്? പോയി മാമിക്ക് മാവാട്ടണ വേളപ്പാറ് ആൽബം ഫീലിങ്സ്. ഓക്കെ, ഇപ്പൊ ഏപ്പടത്തിലോട്ടുള്ള ഫീലിങ്സ് ആയിട്ട് തോന്നുന്നു. പണ്ണക്കൂടാത്. നമ്മുടെ ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ഈ ഒരു ആൽബം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എന്താണ് അവർ പഠിക്കേണ്ടത്? നീയല്ലേ ഇവളെ മൂടും താങ്ങി നടന്നത്. എന്നിട്ട് നീ ഇപ്പൊ നേരെ ഉൾട്ടടിക്കണാടി. കള്ളക്കാവടിക്കാക്കേ നിന്നാട്ടെ. ഇപ്പൊ അവളങ്ങ് നേരെ ഉൾട്ടടിച്ചിരിക്കുകയാണ്. അവള് വലിയ നല്ല പിള്ള. റോക്കറ്റിൽ കയറി പോകുന്നു മനസ്സിലായപ്പോഴാണ് നല്ല പിള്ള ചമയാണ്. കഥം ഈ പറയുന്ന കെട്ടിപ്പിടുത്തം ശരി, ഓക്കെ, കെട്ടിപ്പിടുത്തം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്കത് ഒരു ഈ പറയുന്ന ഫീലിംഗ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അഭിനയിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാം, ചെയ്തുകൂടാണ്. അയ്യോ, പിന്നെ നീ പോയി അഭിനയിച്ചിരിക്കേ. പോയി മാമിക്ക് മാവാട്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ പന്ത് തട്ടും പോലെ രേണുവിന് ഇങ്ങനെ എല്ലാ ചെക്കന്മാരും കൂടെ പന്ത് തട്ടുന്ന ഞാനൊരു കാര്യം പറയട്ടെ രേണു, ഈ ക്രിക്കറ്റ് കളിക്കാരന്മാര് ഫുട്ബോൾ കളിക്കാരന്മാര് ഇവര് യൂസ് ചെയ്യുന്ന പന്ത് ഉണ്ടല്ലോ, ഇവര് ലൈഫ് ലോങ് കണ്ടിട്ട് ഈ സെയിം പന്തേനായിട്ട് കളിക്കില്ല. ഇവര് ഓരോ കളി കഴിയുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കളിയായിരുന്നാ ഇത്? ക്രിക്കറ്റില് പന്ത് കളിയായിരുന്നാ? കളി കഴിയുമ്പോ പന്ത് മാറിക്കൊണ്ടിരിക്കും. നീ എന്താ ഉദ്ദേശിച്ചത്? മീനിങ് കുട്ടി കള്ളി. എടി നീയല്ലേ ഇവളെയൊക്കെ താങ്ങിക്കൊണ്ടിരുന്നേ. എടി നിന്നെയൊന്നും ഒരു കാലത്തും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നീ ഇനിയിപ്പോ എന്നെ ഉണ്ടാക്കിയാലും ഞാൻ ഉള്ള കാര്യം പറയാം, സീരിയസ്ലി ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യില്ല. ഒരു മനുഷ്യൻ ഇവളെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ഇവളുമാരാണ്. ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇവളുമാർ കാരണം അനുഭവിച്ചിട്ടുള്ള ആ മെന്റൽ ട്രോമ എനിക്കറിയാം. ആ വ്യക്തി എന്നോട് സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇവളുമാരെ അനുഭവിക്കണം. ഇവളുമാരെ ഒരു മനുഷ്യ സബ്സ്ക്രൈബ് ചെയ്യില്ല. ദയവ് ചെയ്തിട്ട് സമൂഹത്തിന് ഒരു രീതിയിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെസ്സേജ് കൊടുത്ത് ഒരു നിലവാരമില്ലാത്ത കുറെ അപരാധ ടീമുകളാണ്. മനസ്സിലായ? സപ്പോർട്ട് ചെയ്യരുത്. പന്തിനും അത്രയും വാല്യൂ കുറെ ഇത്രയും തരം താണ രീതിയിൽ എന്ത് കണ്ടിട്ടാണ് രേണു നീ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പോയത്? എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഇതൊരു ആക്ടിങ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രേണു നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള 100% ഉറപ്പാണ്. ആണോടി? അണ്ണോ, നീ ഇപ്പൊ മലന്നത് നേരത്തെ ഉള്ള അപരാധങ്ങൾ കണ്ട് നമ്മൾ പറഞ്ഞപ്പോ നിനക്കൊന്നും ഇങ്ങനെ ഊസിങ് വന്നില്ലല്ലോ. ഇപ്പൊ നിനക്ക് എവിടെ ഊസിങ് വന്ന്? നീ നല്ലവളാ തെറിയാതടി. നീ നല്ലവള്. ഇപ്പിടിയെല്ലാം പണ്ണ മുടിയത്. അയ്യോ, എന്നിരുന്ന് കൊണ അടിക്കണവള്. ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ദൈവം എനിക്ക് തന്നെ ഞാൻ എന്ത് പറയണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നീ ഒരു തേങ്ങയും പറയണ്ട. നീ പറഞ്ഞിടത്തോളം മതി. നീയൊക്കെ ഒരു സമയത്ത് വെച്ച് ഉണ്ടാക്കിയതെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഇനി നേരെ അങ്ങോട്ട് ഇട്ടടിക്കാൻ വരല്ലേ കവടിക്കാക്കേ തള്ളി 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 തള്ളി. ഈ പണ്ടുള്ളവർ പറയാറുണ്ട്, ഇല വന്ന് മുള്ളിന് വീണാലും മുള്ളു വന്ന് ഇലക്ക് വീണാലും ഇലക്ക് തന്നെയാണ് കേട്. അത് രേണുവിന് അയ്യോ വെച്ച അതിലെ തന്നെയാണ് കേട്. ഈ പറയുന്നവര് ഞാൻ എന്ത് പറയാനാണ് കേസ് എനിക്കൊന്നും തന്നെ വരുന്നില്ല. രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ദിവസം പോകുന്ന ഹേറ്റേഴ്സിനെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. അതാ കേട്ടല്ലോ, അവളുടെ വായിന്ന് തന്നെ വീഴുന്നു. അതായത് രേണുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന കുറെ പേരടക്കം ഇപ്പൊ രേണുവിന് ഹേറ്റേഴ്സായി മാറി. ഈ ഹേറ്റേഴ്സ് കൂടിയപ്പോഴാണ് ഇനി ഇവളുമാർക്ക് നിക്കക്കളിയില്ലെന്ന് ഇവളുമാർ മനസ്സിലാക്കി. അതായത് ഇനി രേണുവിനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി തെറിവിളി പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കിയാണ് ഇവളുമാർ നൈസായിട്ട് ഉൾട്ടടിച്ച് തിരിഞ്ഞ നിലപാടില്ലാത്ത അവളുമാർ. ഞാൻ അന്നും ഇന്നും ഒറ്റ സ്റ്റാൻഡിലാണ് നിന്നിട്ടുള്ളൂ. മാർത്തിൽ അത് ഏതൊരു വിഷയമായാലും തെറ്റുപറ്റിയ തെറ്റെന്ന് പറയും. പക്ഷെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാ ഒറ്റ സ്റ്റാൻഡിലേ നിന്നിട്ടുള്ളൂ. പക്ഷെ ഇവളുമാരെ പോലെ മറ്റേടുത്ത പരിപാടി കാണിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉരുട്ടി ഒഴുക്കിനനുസരിച്ച് ഉരുളുന്ന പരിപാടി നമുക്കില്ല. മനസ്സിലായ? കാര്യം പിടി കിട്ടിയ
അവളിപ്പോൾ വന്നിരിക്കണം രേണുവിനെതിരെ. അയ്യോ, രേണുവിനെതിരെ അടിക്കുമ്പോൾ വ്യൂവർഷിപ്പ് കിട്ടി, അതുവഴി ഞാൻ അടുത്ത ബിഗ് ബോസിൽ മൂഞ്ചാൻ പോകുമെന്ന് വിചാരിക്കുന്നതായിരിക്കും. ഓപ്പാണ്. നിന്നെയൊക്കെ ബിഗ് ബോസ് എടുത്ത് അത്ര അതപ്പതിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ രേണുവിനെടുത്ത് അതുകൊണ്ട് ചിലപ്പോൾ നിന്നെയൊക്കെ എടുക്കും കേട്ടോ, പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് ഷൂട്ടിങ്ങിലായാലും ഷൂട്ടിംഗ് അല്ലാതെ ഈ പറഞ്ഞ എനിക്ക് ഞാനൊരു പെൺകുട്ടി തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ രേണുവിന്റെ ഫാമിലി സ്റ്റോറി എന്ന് പറയുന്ന വൈറൽ സ്റ്റാർ എന്ന് പറയുന്നതിൽ ഞാനാണ് ആക്ച്വലി അതിൽ അഭിനയിച്ചിട്ടുള്ളത്. വൈറൽ സ്റ്റാറാ അത് കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ ചിരിച്ച് ചത്തുള്ള കാര്യം പറയല്ല, വെച്ചായിരിക്കും അഭിനയം, ഉള്ള കാര്യം പറയല്ല. കഴിവില്ലെങ്കിൽ വരെ വീട്ടിലിരുന്നാൽ പറയല്ല. എന്തിനാണ് അഭിനയിച്ച് കുളമാക്കാൻ പോയത്? വൈറൽ സ്റ്റാർ പോലെ. പിന്നെ അവൾ അതിൻ്റെ ഇടയിൽ കൂടി അവളെ മറ്റേ പ്രൊമോഷൻ അടിച്ച് വിട്ടുകൊടുക്കുകയാണ്. ഒറ്റ മനുഷ്യൻ ഇവിടെ നിന്ന് മേലെ ലാവണെങ്കിൽ പോയി അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന എല്ലാത്തിനും മടൽ വെട്ടി ഞാൻ അടിക്കും. കഥാപാത്രം ആ ഒരു സ്റ്റോറിയിൽ കൂടെ എനിക്ക് ഈ പറഞ്ഞ ബോയ്സിനകത്ത് ബോഡി ടച്ചിങ്ങുള്ള 1-2 സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കെട്ടിപ്പിടുത്ത മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല കേസ്. ഞാൻ സത്യം പറയട്ടോ, രേണു അന്ന് വരെ ഇന്ന് വരെ രേണു ഒരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചു കൊഴയുന്നതായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല കേസ്. സീരിയസ്ലി നീ കണ്ടില്ലേ? നീ കണ്ടില്ലേ ടീ? എന്താടി നീ കാണാത്തത്? ഇനി നിന്നെ കെട്ടിപ്പിടിക്കാത്തത് കൊണ്ടുള്ള ചൊരുക്ക. രേണു നിന്നെ കെട്ടിപ്പിടിച്ചില്ല, അതിന്റെ ചൊരുക്കമല്ലതാണ്. എടി പോടി, നീയൊക്കെ ഇപ്പൊ നേരെ ഉൾട്ടടിച്ചിങ്ങ് തിരിച്ചു വന്നിരിക്കുകയാണ്. അവളുടെ ന്യായീകരണവും മെഴുകലും. എടി സക്ക, നിന്റെയൊക്കെ ഉദ്ദേശയുക്തി നമുക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടാ. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൺകുട്ടികളോട് മാത്രമുള്ള ഈ കെട്ടിപ്പിടുത്തവും ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാൽ ഷൂട്ടിംഗ് അല്ലാതെ ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും എനിക്കറിയാം ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് അല്ലാതെയും ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് അതവക്കറിയാം. എനിക്ക് കുഴപ്പമില്ല. നമ്മളിത് പണ്ടേ പറഞ്ഞതാ. പലത് പറഞ്ഞിട്ട് പല തെളിവുകളും കയ്യിൽ വെച്ചിട്ട് ഇപ്പോഴും കയ്യിൽ പുറത്തു വിടാതെ പല തെളിവും വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല കേട്ടാ. അതുകൊണ്ട് കുണയടിക്കുമ്പോൾ സൂക്ഷിച്ചടിച്ചാൽ ആ കുണയ്ക്കൊരു കുണയാണ്, അല്ലെങ്കിൽ അത് കുണച്ച കുണയായി പോകും കേട്ടാ. ആണെന്നുള്ളത് ചിലപ്പോൾ മേ ബി രേണു ചോദിക്കായിരിക്കും ശ്രീ എന്തുകൊണ്ട് നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അതിനുള്ള മറുപടി ഞങ്ങൾ നേരിട്ട് പറഞ്ഞാൽ രേണു നീ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നവരാണ്. രേണുവിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടാലും അത് അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം കണ്ടിട്ടും പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമ്മൾ വെളുപ്പിക്കാനായിട്ട് നമുക്ക് നമുക്കൊന്നും നേടാനായിട്ടില്ല. അപ്പോൾ ഇത് കാണും. അയ്യോ, കണ്ടതുപോലെ പറയുന്നു. അപ്പൊ ഇത്രയും കാലം നീ കണ്ട അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ വന്നിരിക്കും അപരാധത്തിനെ മാത്രം നീ എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഇതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങള് രേണുവിനെതിരെ തിരിഞ്ഞു, ഇവളമാര് നൈസായിട്ട് പ്ലാറ്റ് മാറ്റി. പെണ്ണാണ് വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ചിലവർ പറയും. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിടത്തോളം നല്ല നല്ല പെണ്ണുങ്ങളുണ്ട്, നല്ല നല്ല സ്ത്രീമാരുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മൈൻഡ് സെറ്റുള്ള, നല്ല ക്വാളിറ്റിയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ ഇവളുമാരെ പോലെയുള്ള ഒരു നിലവാരവും നിലപാടും ഇല്ലാത്ത കുറെ വൃത്തികെട്ട ജന്തുക്കളും ഉണ്ട്. സ്ത്രീകൾക്ക് നാണക്കേടായിട്ട്, സ്ത്രീകൾക്ക് അപമാനമായിട്ട്, ആണുങ്ങൾക്ക് അപമാനമായിട്ട് ദാസനും കുക്കുംബർ ദാസനെ പോലെയുള്ള കുറെ എണ്ണം ഉണ്ട്. ആളുകൾ നമ്മൾ ചിലപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇവർ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് വരും. എന്തൊക്കെ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തടുക്കേണ്ടത് ഭയങ്കര ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മൂവിയിൽ പോലും ഇത്രയും വൃത്തിയുടെ സീനോ പക്ഷേ സീൻസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്നത് എന്താ തപ്പ കഴിയും. പക്ഷേ രേണുവിന്റെ കാര്യം സംബന്ധിച്ച് ഈ പറഞ്ഞ ദാസേട്ടൻ കോഴിക്കോട് നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത്? വെറും പുച്ഛമാണ് തോന്നുന്നത്, വെറും പുച്ഛമാണ്. ഒരു സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട്. പെൺകുട്ടി ഉയർന്ന് വരട്ടെ. പക്ഷേ ഇത് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ എന്റെ അഭിപ്രായം മാത്രമല്ല പറയുന്നത്, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. പിറന്ന പെൺകുട്ടികളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്താണ് നേട്ടം രേണുവിനെ? എനിക്കറിയില്ല എന്ത് നേട്ടം. ചിലപ്പോൾ മേ ബി അവർ ഈ പറയുന്ന 10,000 എനിക്കറിയില്ല പേയ്മെന്റ് എത്രയാണ്. ആ ഒരു പേയ്മെന്റ് തരും. സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ്? സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അതിനേക്കാൾ അന്തസ്സായിട്ട് ശരി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ മതി നിന്റെ കൊണയടി ഇനി മതി. ഇനി നിന്റെ മറ്റവളെ കൊണയടി കാണണ്ടേ? അവളുടെ കൊണയടിയും കൂടി കേൾക്കാം. 2 കൊണയടികളും കേൾക്കാം. നിന്റെ എല്ലാത്തിന്റെ കൊണയടികളും തുപ്പലും എനിക്ക് കേൾക്കണം. കാരണം നീക്ക് ഒരു സമയം കാട്ടിക്കൂട്ടിയത് ഉണ്ട്. ഈ സജിനയുടെ അടുത്ത് ഞാൻ പച്ച മലയാളത്തിൽ നിന്റെ അടുത്ത് പറഞ്ഞതാണ്. പച്ച മലയാളത്തിൽ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഓരോ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. അവൾ അപ്പുറത്ത് എനിക്കെതിരെ വീഡിയോ ഇട്ട് അവസ്ഥ ആയിട്ടില്ലേ? ഇതാണ് അവസ്ഥ. എന്തായാലും സജിനെ തുടങ്ങും. മറ്റവളെ ഇനി കുറേ അവളൊന്ന് ഭയങ്കര മട്ടിയാശ മൂക്കുത്തി ആയിരിക്കുകയാണ്, മൂഞ്ചിക്കുത്തി. വാ 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 നമസ്കാരം. സുഖമല്ലേ? സുഖം, പരമസുഖം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത്രയും ദിവസം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതുപോലെ ഉള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല. കാരണം ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന വെറും ബാഡ് മെസ്സേജാണ്. ഞാൻ അന്ന് വ്യക്തമായിട്ട് ഇവളുമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവളുമാർക്ക് കാര്യം മനസ്സിലാവേണ്ട വീണ്ടും പോയിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. ഇന്ന് ഇവളുമാര് അവർക്കെതിരെ വീഡിയോ ഇട്ടിട്ട് വലിയ പുണ്യാളത്തിമാര് ചമയാൻ വന്നിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യരുത്. മടൽ വെട്ടി അടിച്ചാൽ ഇനിയിപ്പോൾ 1 കോടി തരാന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യില്ല. ഉള്ള കാര്യം പറയാം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. വാ ഓംബ്ര. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. വാ വീണ്ടും ഓംബ്ര.
ഇന്നൊരു വീഡിയോ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പെട്ടെന്ന് ഈ ഒരു വീഡിയോ കൂടി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദേവോടി ഗോഡ്സിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് അതിനകത്ത് ഞാൻ മെനഞ്ഞാന്ന് രേണുസുതിക്ക് എതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോയുടെ മുകളിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തായിരുന്നു. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ട പോസ്റ്റിന്റെ ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനകത്ത് എഡിറ്റ് വേറെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായ? ആദ്യം ഇട്ട പോസ്റ്റിനകത്തൊന്നും എന്റെ അടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇപ്പം ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട അത് എഡിറ്റ് ചെയ്ത് വ്യക്തമായിട്ട് ഞാൻ മെൻഷൻ അത് കണ്ടിട്ട് അതിന്റെ താഴെ വന്ന കമന്റും കൂടെ ഉൾപ്പെടുത്തി വായിച്ച് കേൾപ്പിച്ചിട്ടാണ് ഞാൻ രേണുസുതിയെ രണ്ടാമത് വിളിക്കുന്നത്. ഈ പോസ്റ്റ് അത്യാവശ്യം ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ കമന്റുകൾ വന്നതിന് ശേഷം ഞാൻ രേണുവിനെ നേരിട്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞ് അവളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ തെറ്റ് എന്താണെന്ന് രേണുവിന് മനസ്സിലായി. എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല ചേച്ചി, സോറി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഞാൻ ഈ പറയുന്ന തുടക്കം മുതലേ ഞാൻ സപ്പോർട്ടായിട്ടാണ് രേണുവിന് സപ്പോർട്ടായിട്ടാണ് നിന്നത്. ഒറ്റയടിക്ക് നമുക്ക് കൊണ്ട് കൂടി തള്ളിടാൻ പറ്റത്തില്ല. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനും പറ്റില്ല. രേണുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് അവരുടെ വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ എനിക്ക് രേണുവിന് അടുത്ത് ആത്മാർത്ഥ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ രേണുസുതിയെ ആത്മാർത്ഥ സ്നേഹമോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആത്മാർത്ഥ സ്നേഹം പോലെ നിന്റെയൊക്കെ ഉള്ളു നമുക്കറിയാടേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് അന്നേരം പിന്നെ രേണുസുതി അന്നേരം നമ്മുടെ കാര്യം ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്തത് തെറ്റാണ് ചേച്ചി, തീർത്താം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇതുപോലെ വേറെ അനുഭവം ബിഷപ്പിന്റെ കാര്യത്തിൽ ഇതേ കണക്ക് രേണുസുതി ഇതിന്റെ ബിഷപ്പിന്റെ കാര്യം അവരോട് ചോദ്യങ്ങൾ പോലും ചോദിച്ചതെന്ന് പറഞ്ഞ് ബെരക്കണം, ഇനി അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുക ചെയ്യരുത് എന്ന് ഞാൻ ശക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ രേണുസുതി അതനുസരിച്ചു. ആണോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാളെ അങ്ങ് കുഴിയിലോട്ട് തള്ളിയിട്ട് പോകുന്നത് ശരിയല്ല. എന്റെ മനസ്സാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അത് ചെയ്തിട്ട് വീണ്ടും അതേ രീതിയിലുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് വേണ്ടാൻ വയ്ക്കാം. നന്മയുള്ള ലോകമേ സജിന എന്ന ലോകമേ വാഴ്ത്തിപ്പാടടാ ആട്ടിത്തൊഴിക്കടാ എന്തും പറയടാ തളകി വിളിക്കടാ നന്മയുള്ള ലോകമേ. ഞാൻ ആദ്യം ചൊല്ലിക്കൊട് പിന്നെ തള്ളിക്കട ആ സെറ്റപ്പാ, പിന്നെ തള്ളാസ് വണ്ടി. അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിക്കത്തില്ലേ? അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവിടെ നേരെയാക്കാൻ പറ്റിയ അതിൽ ഞാനൊരു നന്മ കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കാണിക്കാൻ പറയുന്നത് പോലെ തള്ളിയിട്ട് പോയി നിനക്ക് നിന്റെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പോയാൽ ആർക്കും പറ്റുള്ളൂ. അവിടെ തെറ്റ് മനസ്സിലാക്കി അവളെ തിരിച്ചാൻ പറ്റുന്ന എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഞാൻ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത്. അത് എനിക്ക് ആദ്യം കുറ്റോളം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷയമില്ല. പിന്നെ രേണുസുതി മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ അവിടെ പോക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നെഗറ്റീവ് റീച്ചിന് വേണ്ടി ഇതേ കണക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു ദാക്ഷണ്യമില്ല, ഒരു ഇതുമില്ല. അതോടുകൂടി ഈ ഒരു വിഷയം ഈ ഒരു കണ്ടന്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക തന്നെ ചെയ്യുന്നത്. പിന്നെ അതേ പറഞ്ഞല്ലോ ആദ്യം ഇട്ട പോസ്റ്റ് എഡിറ്റ് ചെയ്ത് എന്ത് രേണുസുതി ഭീഷണിപ്പെടുത്തിയോ അതല്ലെങ്കിൽ എനിക്ക് പൈസ തന്നോളൂ. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നതും ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക്, അതായത് നിങ്ങൾക്ക് നടക്കുന്ന സംഭവമാണ് ദേവ പറഞ്ഞത് എനിക്ക് വളരെ വ്യക്തമായിട്ട്. കാരണം അങ്ങനെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സ്മാരും പിന്നെ ഓരോരുത്തർക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പിന്നെ പൈസ ഇട്ടാണ്ട് പിന്നെ മുഞ്ചാനാ വീഡിയോ ഇടുന്നത്, നിനക്ക് ബോധമില്ലേ? പിന്നെ പൈസ ഇട്ടാണ്ടല്ലാണ്ട്. പക്ഷേ അവിടെ എത്തിക്സ് എന്ന് പറയുന്ന സാധനം കാണിക്കും. അപ്പോൾ നീ പറയും അയ്യോ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയില്ല, പിന്നെ നീ എന്നാ ഗീതത്തിനാ നീ വീഡിയോ ഇടുന്നത്? വീഡിയോ ഇടുന്നത്? നീ ആര് നന്മ വരാം? നീ ഗാന്ധിജി അല്ലെ മദർ തെരേസ? നീ അവള് പൈസയ്ക്ക് വേണ്ടി അല്ല പോലെ വീഡിയോ ഇടുന്നത്, പിന്നെ കൊട പിടിക്കാനായിരിക്കും. തള്ളു അപ്പൊ കിട്ടാത്തതിന്റെ സങ്കടം ചുരുക്കുവാണല്ലേ. രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് രേണു കുറെ ഉദ്ഘാടനങ്ങൾ അതും ഇതുമൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടപ്പം ഏട്ടത്തേക്ക് ചൊരുക്ക്, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഒരു ചീത്തവളി മാത്രം കിട്ടുന്നുണ്ട്. രേണുവിനെ എത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ചീത്തവളി മാത്രം, 5 പൈസ കിട്ടിയില്ല. രേണു വല്ലതൊക്കെ എടുത്ത് നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് കുറയ്ക്കും. ഇത്രയേ ഉള്ളൂ ഇവളുമാര്. കേട്ടല്ല ക്വാളിറ്റികൾ. കൂടുതൽ ഞാനായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവളുടെയൊക്കെ വായുന്നതിന് ഇവളുമാരുടെ ക്യാരക്ടർ തുപ്പുക. വാലാട്ടി പട്ടികൾ തന്നെയാണ്. സപ്പോർട്ട് ചെയ്യല്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കുമെങ്കിൽ അതൊരു നന്മയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നല്ല വൃത്തിക്ക് യൂസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഒരു മായാജാലത്തിൽ പറഞ്ഞു നടക്കും ഞാൻ ആരാണെന്നൊരു ഭാവം അപ്പച്ചുണ്ട്. അതല്ല, ആൾക്കാരുടെ സ്നേഹവും അവരുടെ പിന്നെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീടിന് നിലനിന്ന് പോകാൻ പറ്റൂ എന്ന് രേണുസുതിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മൾ അതിനെ പുല്ല് വരെ കൽപ്പിച്ച് എന്റെ ഇഷ്ടം എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും, അത് നിങ്ങൾ എന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നീ നിന്റെ കാര്യം നോക്കി ഇതിന്റെ വെച്ചിട്ട് എനിക്ക് എന്താ കാര്യം സാധിക്കാൻ, നീ നിന്റെ വഴിക്ക് പോയി, പിന്നെ എങ്ങനെ പറയാൻ എനിക്കെന്താ? ഈ ഒരു ഡയലോഗോട് കൂടി സജീന ഈ ബ്ലോഗ് ഇവിടെ നിർത്തും. ഇതോടെ ഇവിടെ നിർത്തുവോ? അണ്ണോടി സജിന നീ ഇവിടെ ഇതോടെ നിർത്തോടെ എങ്ങ് നിർത്തിപ്പോടി. നിനക്ക് രേണുസുതി എന്ന കണ്ടന്റ് അല്ല വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാൻ അറിയാവോ?
നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടത്. ആലോചിച്ചു, വേറെ കണ്ടിട്ടൊന്നും എനിക്ക് ചെയ്യാറിഞ്ഞൂടുന്നു. പോയി കിടന്ന് ഉറങ്ങടി. മതി എനിക്കിനൊന്നും കേൾക്കണ്ട. ഇവളുമാരെല്ലാം മെഴുകി തുടങ്ങി. പഴംപൊരി കേസുകളെല്ലാം മെഴുകി തുടങ്ങി. ഒന്നൊന്നായിട്ട് വന്ന് മുന്നോട്ട് വന്നിട്ട് രേണുവിനെതിരെ കട്ടാക്കി. കാരണം ഇനി ഇവളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവളുമാർക്ക് എല്ലാം നെഗറ്റീവ് ആകും, പൂരത്തെറികൾ കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇവളുമാരെല്ലാം നൈസായിട്ട് പ്ലാറ്റ് മാറ്റി. ഒറ്റ എണ്ണത്തിന് ആർട്ടിഫിക്കൽ സപ്പോർട്ടില്ല, എല്ലാത്തിനും മൊട്ടൽ വെട്ടടിക്കുന്ന എറിഞ്ഞോട്ടിങ്ങനെ കല്ല് ഉറക്കി എറിയണം. ഉള്ള കാര്യം ഞാൻ പറയാം. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഇതിനെയൊക്കെ പറഞ്ഞ് പൊലിച്ച് കീറി ഒട്ടിച്ചിട്ട് ഞെളിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അതിലാണ് ഞാൻ ഹരം കൊള്ളുന്നത്. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ. എങ്ങനെ ആരംഭിക്കലാമ്മ? നമ്മൾ കൊണ്ടേ പറഞ്ഞതാണ്. എടാ ഞാനൊക്കെ ഒരു കാര്യത്തിൽ ഇടപെട്ട അതൊന്നില്ല, അതിൽ ഒരു ജെനുവിനിറ്റിയോ സത്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനത് തൊടത്തില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്കതിൽ സത്യമായ കാര്യങ്ങൾ തെളിവുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ എല്ലാ തെളിവും എടുത്ത് കാണിക്കത്തില്ല, കയ്യിൽ കാണാം കേട്ടാ. അതുകൊണ്ട് വാട്സപ്പ് വീഡിയോ വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഇരുന്ന് ഈ വീഡിയോ ചെയ്ത്, കാരണം എനിക്ക് ആ വേവ് അങ്ങ് തീർക്കണമായിരുന്നു. ആ വേവ് അങ്ങ് തീർന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.